ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു കറി തയ്യാറാക്കാം. അതും ബീട്രൂട്ട് കൊണ്ട്. ഞാൻ ഒരു ബീട്രൂട്ട് എടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ്. 4 പച്ചമുളക്, 2 തക്കാളി, ചെറിയ 5 വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി. ഇതിനകത്തിലേക്ക് നമുക്ക് കുറച്ച് പരിപ്പിട്ട് കൊടുക്കാം. കഴുകിയതാണ്. 1 കപ്പ് പരിപ്പുണ്ട്. ബാക്കി ഇതെല്ലാം കൂടെ ഞാൻ തട്ടിയിടാം. ഇനി ഇതിനകത്തിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് വേവാനായിട്ടുള്ള ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്തിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതിനകത്തിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. നമുക്ക് ഈ കുക്കർ അടച്ചു വെച്ച് ഒരു 6-7 വിസിലടിക്കാം. അരപ്പ് തയ്യാറാക്കാം. ഞാൻ കുറച്ച് തേങ്ങ എടുത്തു. അതുകൊണ്ട് കുറച്ച് 1/2 സ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ് എടുത്തത്. ഇതിന് നമുക്ക് 2 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. നമ്മുടെ വിസിലെല്ലാം പോയി. ഇനി നമുക്ക് തുറന്ന് നോക്കാം. കേട്ടോ, നല്ലതുപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇതിനകത്തിലേക്ക് നമുക്കിനി അരച്ച് വെച്ച് അരപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഉണ്ടോ ഇതൊന്ന് തിളച്ച് വരണം. ഇനി നമുക്ക് കറി ഒന്ന് താളിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിനകത്തിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടിരുമ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞെടുത്ത് കൊടുക്കാം. അതായത് 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇനി നമുക്കിത് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കറി ഒന്ന് 2 മിനിറ്റ് അടച്ച് വെക്കാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, എന്താ ടേസ്റ്റാണെന്നറിയാം ഈ കറിക്ക്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്. ഇത് ചോറിന് മാത്രമല്ല ചപ്പാത്തിക്ക് നല്ല ബെസ്റ്റാണ് ഈ കറി. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം.